10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ലെൻസുകൾ. എത്ര അകലെയാണ് നക്ഷത്രങ്ങൾ? ഇതിലൂടെ നോക്കുമ്പോൾ വളരെ അടുത്ത് കാണാൻ കഴിയുന്നല്ലോ. അകലെയുള്ള വസ്തുക്കളെ എങ്ങനെയായിരിക്കും ടെലിസ്കോപ്പ് ഇത്ര വ്യക്തമായി അടുത്ത് കാണിച്ചു തരുന്നത്? അപ്പൊ ഇതിനകത്തൊക്കെ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ലെൻസുകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലേ? ചിത്രം നിരീക്ഷിക്കൂ. പ്രായമായവർ അക്ഷരങ്ങൾ വലുതായി കാണാൻ സഹായിക്കുന്ന റീഡിംഗ് ലെൻസ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മറ്റെവിടെയെല്ലാമാണ് ലെൻസുകൾ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? കളിപ്പാട്ടങ്ങൾ, കണ്ണടകൾ എന്നിവയിലൊക്കെ ലെൻസുകൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ ഡോർ ലെൻസ്, അതായത് പുറത്തെ ദൃശ്യങ്ങൾ കാണാൻ വാതിൽ ഉറപ്പിച്ചിരിക്കുന്ന ലെൻസ്. ഓക്കെ, ഇതുപോലുള്ള ഒരു ഉപകരണമാണ് ഈ ഡോർ ലെൻസ് എന്ന് പറയുന്നത്. ഇത് ഡോറിൽ ഫിക്സ് ചെയ്താൽ ഇതുപോലെ ഉണ്ടാകും. ഓക്കെ, ഇതിനകത്തുകൂടി നോക്കിയാൽ പുറത്തെ ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം. പുറത്തൊരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡോർ ലെൻസിലേക്കൂടെ നോക്കിയാൽ കാണുന്നു. പിന്നെ മൈക്രോസ്കോപ്പ്, അല്ലെ നിങ്ങൾ ബയോളജി പഠിച്ചിട്ടുണ്ട്, മൈക്രോസ്കോപ്പ്, അതിലൊക്കെ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഗ്ലാസ് ഷീറ്റിനെ അപേക്ഷിച്ച് ഇത്തരം ലെൻസുകൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? സൂര്യപ്രകാശം കനം കുറഞ്ഞ ഒരു ഗ്ലാസ് ഷീറ്റിലൂടെ പേപ്പറിൽ പതിപ്പിക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? ഈ പ്രകാശം സ്വാഭാവികമായ രീതിയിൽ ഇതിൽ പതിക്കുന്നതായിട്ട് കാണാൻ കഴിയും, അല്ലെ? എന്നാൽ ഒരു ലെൻസാണ് ഉപയോഗിക്കുന്നെങ്കിലോ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ പ്രകാശം കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് കാണും. അതായത് ഇവിടെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഇവിടെ കാണും, അല്ലെ? കുറച്ചധികം പ്രകാശത്തിന്റെ തീവ്രത കാണും. കുറേ സമയം ഇങ്ങനെ ആ ഒരു പോയിന്റിൽ തന്നെ പിടിച്ചു നിന്നാൽ അവിടെ പേപ്പർ കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. പേപ്പറും ഗ്ലാസ് ഷീറ്റും തമ്മിലുള്ള അകലം വ്യത്യാസപ്പെടുത്തി നോക്കൂ. എന്താണ് നിരീക്ഷിക്കുന്നത്? ഗ്ലാസ് ഷീറ്റ് പേപ്പറിനടുത്തായിരുന്നാലും അകലെയായിരുന്നാലും പ്രകാശഖണ്ഡത്തിന്റെ വലുപ്പം മാറുന്നില്ല എന്ന് കണ്ടല്ലോ. അതായത് ഈ ഗ്ലാസ് ഷീറ്റ് ഇവിടെ വെച്ചാലും കുറച്ചുകൂടെ അകലത്ത് ഇവിടെയായിട്ട് വെച്ചാലും കുറച്ചുകൂടെ അടുത്ത് എവിടെയായിട്ട് വെച്ചാലും ഇവിടെ കാണുന്ന ഈ പ്രകാശ തീവ്രത ഒരേപോലെ തന്നെയായിരിക്കും, അതിൽ വ്യത്യാസം വരുന്നില്ല. എന്നാൽ ഇതേ പ്രവർത്തനം റീഡിംഗ് ലെൻസ് ഉപയോഗിച്ച് ചെയ്തു നോക്കിയാലോ? റീഡിംഗ് ലെൻസ് ഉപയോഗിച്ച് ചെയ്തു നോക്കിയാൽ ലെൻസ് കൂടുതൽ ദൂരെയായിട്ട് വെച്ചാൽ ഇപ്പൊ ഇവിടെ പ്രകാശം നിശ്ചിത വലുപ്പത്തിൽ കുറച്ച് തീവ്രമായ പ്രകാശം ഉള്ളതായിട്ട് കാണും. എന്നാൽ ലെൻസ് കുറച്ചുകൂടി അടുപ്പിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു വലിപ്പം എന്താകും? കുറച്ച് കുറഞ്ഞു വരും, വലിപ്പം കുറഞ്ഞു വരും. മാത്രമല്ല അപ്പോൾ തീവ്രത കൂടുകയും ചെയ്യും ഇവിടെ. ഓക്കെ, ഒരു പ്രത്യേക അകലത്തിൽ വയ്ക്കുമ്പോൾ വലിപ്പം കുറഞ്ഞ എന്നാൽ തീവ്രത കൂടിയ ഒരു ഭാഗം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പ്രകാശമൊക്കെ ഈ ഒരു ബിന്ദുവിലേക്ക് ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, ഒരു പ്രത്യേക സ്ഥലത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ബിന്ദുവിലേക്ക് പ്രകാശം കേന്ദ്രീകരിക്കപ്പെടും. അതേസമയം തീവ്രത കൂടും. എന്നാൽ ഈ ലെൻസ് കുറച്ചുകൂടി അകലത്തിൽ വെച്ചാൽ ഇവിടെ കുറച്ചുകൂടി വലിയൊരു വൃത്തമായിരിക്കും രൂപീകരിക്കപ്പെടുന്നത്, പക്ഷെ തീവ്രത കുറയും. ഓക്കെ, ആ ഒരു കാര്യം ലെൻസ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ത് നിരീക്ഷിക്കുന്നു? അതാണ് പറഞ്ഞിട്ടുള്ളത്. പേപ്പറിൽ നിന്ന് ഒരു പ്രത്യേക അകലത്തിൽ ലെൻസ് പിടിക്കുമ്പോൾ പ്രകാശഖണ്ഡത്തിന്റെ വലിപ്പം വളരെ കുറയുകയും ആ ഭാഗത്ത് പ്രകാശ തീവ്രത കൂടുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കൂ. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്. അതേ അകലത്തിൽ ലെൻസ് കൂടുതൽ നേരം പിടിച്ചു നോക്കൂ, കടലാസ് പുകയുന്നതും തീ കത്തുന്നതും കാണാൻ കഴിയും നമുക്ക്. ഗ്ലാസ് ഷീറ്റിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ലെൻസിലുള്ളതെന്ന് നോക്കാം. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഓക്കെ, കോൺവെക്സ് ലെൻസ് എന്താണ്, കോൺകേവ് ലെൻസ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് കാണാം. മുൻ പ്രവർത്തനത്തിൽ ഉപയോഗിച്ച ലെൻസ് നിരീക്ഷിച്ച് അതിന്റെ പ്രത്യേകതകൾ കുറിക്കും. ഓക്കെ, ഇതുപോലെയാണ്. നമ്മൾ അതിന്റെ സൈഡിൽ നിന്നുള്ള ചിത്രം വരച്ചാൽ ഇതുപോലെ ഉണ്ടാകും. ഓക്കെ, മധ്യഭാഗം, ആ ലെൻസിന്റെ മധ്യഭാഗത്ത് നമ്മൾ തടവി നോക്കിയാൽ മനസ്സിലാകും മധ്യഭാഗം കനം കൂടുതലാണ്. ഓക്കെ, മധ്യഭാഗം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ഇവിടെ തടവി നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം ഒരു കാര്യം, മധ്യഭാഗം കനം കൂടുതലാണ്. പിന്നെയോ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു, അല്ലെ? ലെൻസ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇങ്ങനെ റീഡിംഗ് ലെൻസ് ഉപയോഗിക്കുന്നത് അക്ഷരങ്ങളൊക്കെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. പിന്നെയോ ഇതിന് അരികിന് എന്താണ് പ്രത്യേകത? അരിക് കനം കുറഞ്ഞതായിരിക്കും ഇത്തരം ലെൻസുകളുടെ. പിന്നെയോ സമാന്തരമായി ഈ ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ മറുവശത്ത് സംവ്രജിക്കുന്നു. നോക്കിക്കോളൂ, സമാന്തരമായിട്ട് കുറെ രശ്മികൾ പ്രവേശിക്കുന്നുണ്ട് ലെൻസിൽ. ഇത് മറുവശത്ത് കണ്ടോ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. ഇതിന് നമുക്ക് എന്ത് പറയാം? സംവ്രജിക്കുന്നു എന്ന് പറയാം. സംവ്രജനം എന്നൊരു പേരാണ്. ഓക്കെ, നോക്കിക്കോളൂ, സംവ്രജനം എന്ന് പറയും. ഈ 4ാമത്തെ പോയിന്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പരിചയപ്പെട്ട ഇത്തരം ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്.
ഇതിന് പ്രകാശരശ്മികളെ സംരചിപ്പിക്കാൻ കഴിയും. ഓക്കെ, അതായത് ഇങ്ങനെ പ്രകാശരശ്മികൾ വരുന്നുണ്ടെങ്കിൽ അത് ഇപ്പുറം വശത്ത് എന്താക്കും, അവ ഇങ്ങനെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ഓക്കെ, അതിനാണ് സംവ്രജനം എന്ന് പറയുന്നത്. മറ്റൊരു തരം ലെൻസ് ശ്രദ്ധിക്കൂ. ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇതിന്റെ പ്രത്യേകതകൾ നോക്കൂ. മധ്യഭാഗം കനം കുറവ്. നേരത്തെ നമ്മൾ പറഞ്ഞ മധ്യഭാഗം കനം കൂടുതലായിരുന്നു ഈ കോൺവെക്സ് ലെൻസിന്. അതേ സമയത്ത് കോൺകേവ് ലെൻസിന് മധ്യഭാഗത്ത് കനം കുറവാണ്. ഇത് വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നു. അരിക് കനം കൂടിയതാണ്. ഇതിന്റെ അരികുകൾ കനം കൂടിയതാണ്. ഓക്കെ, പിന്നെ ഇത്തരം ലെൻസുകൾ ഉപയോഗിച്ച് ഒരു കടലാസ് കഷ്ണം കത്തിക്കാൻ നമുക്ക് കഴിയില്ല. അതായത് പ്രകാശരശ്മികളെ സംരചിപ്പിക്കാൻ ഇതിന് കഴിയുന്നില്ല. ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ നമുക്ക് ഇതിനെ കൊണ്ട് കഴിയുന്നില്ല. ഇത്തരം ലെൻസുകളാണ് കോൺകേവ് ലെൻസുകൾ. കോൺകേവ് ലെൻസുകളുടെയും കോൺവെക്സ് ലെൻസുകളുടെയും പ്രത്യേകതകൾ പട്ടികപ്പെടുത്താം. കോൺവെക്സ് ലെൻസ് മധ്യഭാഗം കനം കൂടിയതാണ് കോൺവെക്സ് ലെൻസ് അല്ലെ. അതേസമയം കോൺകേവ് ലെൻസോ മധ്യഭാഗം കനം കുറഞ്ഞതാണ്. പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലെ. കോൺവെക്സ് ലെൻസിന് അരിക് കനം കുറഞ്ഞതാണ്. അതേസമയം കോൺകേവ് ലെൻസിന്റെ അരികോ കനം കൂടിയതാണ് അല്ലെ, കനം കൂടിയതാണ്. കോൺവെക്സ് ലെൻസ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നു. ഓക്കെ, റീഡിംഗ് ലെൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. അതേസമയം കോൺകേവ് ലെൻസോ ഇത് വസ്തുക്കളെ ചെറുതാക്കി കാണിക്കുന്നു. നിങ്ങൾ പരിചയപ്പെട്ട ലെൻസുകളിലൂടെ അക്ഷരങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ലെൻസുകളെ ഒരു വശത്തേക്ക് നീക്കി നോക്കൂ. നിരീക്ഷണ ഫലം എന്താണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു. അതായത് കുറച്ച് അക്ഷരങ്ങളുടെ മുകളിലായിട്ട് നമ്മൾ കോൺവെക്സ് ലെൻസ് ഇങ്ങനെ പിടിച്ചു നോക്കുന്നു വിചാരിച്ചോ. എന്നിട്ട് കോൺവെക്സ് ലെൻസിനെ നമ്മൾ വലതുവശത്തേക്ക് നീക്കുമ്പോൾ ഈ അടിയിലുള്ള അക്ഷരങ്ങളുണ്ടല്ലോ, ആ അക്ഷരങ്ങൾ ഇടതുവശത്തേക്ക് നീങ്ങുന്നതായിട്ട് തോന്നും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ അക്ഷരങ്ങൾ വിപരീത ദിശയിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു. അതേസമയം കോൺകേവ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നെങ്കിലോ, അപ്പോൾ അക്ഷരങ്ങൾ ലെൻസിന്റെ ചലന ദിശയിൽ തന്നെ നീങ്ങുന്നതായിട്ട് തോന്നും. ഓക്കെ, ലെൻസ് ഈ ഒരു ദിശയിൽ ചലിപ്പിക്കുമ്പോൾ കോൺകേവ് ലെൻസ് ആണെങ്കിൽ അക്ഷരങ്ങൾ അതേ ദിശയിൽ ചലിക്കുന്നതായിട്ടായിരിക്കും തോന്നുന്നത്. ഓക്കെ, ഇനി കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി പറയാം. ഈ കേവ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഗുഹ എന്നാണ് അല്ലെ. അപ്പോൾ കോൺകേവ് ലെൻസുകളുടെ ഉൾഭാഗം കണ്ടോ, ഇങ്ങനെ കുഴിഞ്ഞ രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഗുഹ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഇങ്ങനെ ഉള്ളിലോട്ടല്ലേ ഗുഹ, അതായത് അകം കുഴിഞ്ഞതെന്ന് പറയാലോ വേണമെങ്കിൽ. ഓക്കെ, ഗുഹ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞൊരു ഭാഗം സങ്കല്പിക്കാം. അപ്പൊ കോൺകേവ് ലെൻസ് പറഞ്ഞാൽ അങ്ങനെ അകം കുഴിഞ്ഞത്, അതായത് മധ്യഭാഗം കനം കുറഞ്ഞതാണ്. ഓക്കെ, കോൺവെക്സ് ലെൻസുകളെയും കോൺകേവ് ലെൻസുകളെയും തിരിച്ചറിയാനുള്ള ഒരു മാർഗമായിട്ട് ഈ പ്രവർത്തനം പ്രയോജനപ്പെടുത്താം. ഈ ഒരു പ്രവർത്തനം. ഓക്കെ, ചിത്രം 2.5a 2.5b ഇവ നിരീക്ഷിക്കൂ. ഓരോ ലെൻസിനും 2 പ്രതലങ്ങളുണ്ട്. ഇവ രണ്ടിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ അപവർത്തനം സംഭവിക്കും. അതായത് ഒരു ലെൻസിന് 2 അപവർത്തന പ്രതലങ്ങൾ ഉണ്ട്. നോക്കിക്കോളൂ. ഇതൊരു ഐസ്ക്രീം ബോൾ ആണെന്ന് സങ്കല്പിക്കൂ. ഓക്കെ, ഇത് അതിന്റെ മൂടാണ്. ഇത് അതിന്റെ മൂടിയാണ്. ഓക്കെ, ഇത് മറ്റൊരു ഐസ്ക്രീം ബോൾ, ഇത് അതിന്റെ മൂടി. ഇനി ഈ ഭാഗം ഞാൻ ഇവിടെയും ഈ ഭാഗം ഇവിടെ ഇടതുവശത്തായിട്ട് ചേർത്ത് വെച്ചു എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ലെൻസിന്റെ രൂപം കിട്ടും അല്ലെ. പക്ഷെ ഐസ്ക്രീം ബോളിന്റെ മൂടാണ് നമ്മളിങ്ങനെ വയ്ക്കുന്നെങ്കിൽ ഇതിന്റെ ഉൾഭാഗം പൊള്ളയായിരിക്കും. പക്ഷെ അതേസമയം ലെൻസിൽ അങ്ങനെ ഉൾഭാഗം പൊള്ളയല്ല. ഓക്കെ, അപ്പൊ ഈ മൂടികൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ നമുക്ക് ഈ ലെൻസിന്റെ രൂപം കിട്ടും. ഈ ഒരു ചിത്രം കണ്ടോ, ലെൻസിന്റെ ചിത്രം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ നടുഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതാണ്. ഓക്കെ, ഇത്. ഇനി ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് വരുന്ന ഗോളത്തിന്റെ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ വരച്ചാണ് നമ്മളിവിടെ. ഇതിനെ പൂർത്തിയാക്കിയതാണ് ഇവിടെ വലതുവശത്ത് കാണുന്നത്. ഇനി ഈ ഒരു ഭാഗത്തിനെ ഇങ്ങനെ പൂർത്തിയാക്കിയതാണ് ഇടതുവശത്ത് കാണുന്നത്. മനസ്സിലായല്ലോ? ആ ഒരു കാര്യം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നടുഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു കോൺവെക്സ് ലെൻസിന്റെ ഒരു രൂപമാണ്. ഓക്കെ, അതായത് ഇതിന് 2 അപവർത്തന പ്രതലങ്ങളുണ്ട്. അതായത് നമുക്കറിയാം അപവർത്തനം എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞു പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വച്ച്
അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്നും ഇതാണ് അപവർത്തനം എന്നും നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചു. അപ്പൊ ഇവിടെ വായുവാണ്, ഇവിടെയോ ഇതിനകത്ത് ഗ്ലാസ് ആണ് അല്ലെ, അതായത് ലെൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഈ ഒരു ഭാഗത്തോ ഇവിടെയും വായുവാണ്. അതായത് പ്രകാശം നോക്കോളൂ, പ്രകാശം ഈ ഒരു ലെൻസിലേക്ക് ഇങ്ങനെ പതിക്കുമ്പോൾ, നേരെയൊക്കെയാണ് കേട്ടോ, ഇങ്ങനെ പതിക്കുമ്പോൾ ഇവിടെ എന്താണ് മാധ്യമം മാറിയല്ലേ. ഇത്ര നേരെ എന്തായിരുന്നു, ഇവിടെ വായുവായിരുന്നു, ഇവിടെയോ ഗ്ലാസ് ആയി. അപ്പൊ ഇവിടെ നേരെ പോകുന്നതിന് പകരം ദിശാവ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദിശാവ്യതിയാനം സംഭവിച്ചു പോകും അല്ലെ. ഇനി ഇവിടെയോ, ഇവിടെ വീണ്ടും മാധ്യമങ്ങൾ മാറി, ഇവിടെ വായുവാണ്, ഇവിടെ ഗ്ലാസ് ആയിരുന്നു. അപ്പൊ ഇവിടെ വീണ്ടും ഇതിന് അപവർത്തനം സംഭവിക്കും. ഓക്കെ, അതായത് 2 അപവർത്തന പ്രതലങ്ങളുണ്ട് ഒരു ലെൻസിന്. 2 സ്ഥലത്ത് വെച്ച് അപവർത്തനം സംഭവിക്കുന്നതായിട്ട് കണ്ടല്ലോ. അപ്പൊ അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓരോ ലെൻസിലും 2 പ്രതലങ്ങളുണ്ട്. ഇവ രണ്ടിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് അപവർത്തനം സംഭവിക്കും. അതായത് ഒരു ലെൻസിന് 2 അപവർത്തന പ്രതലങ്ങൾ ഉണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ലെൻസിന്റെ അപവർത്തന പ്രതലങ്ങൾ ഏതിന്റെ ഭാഗങ്ങളാണ്? ഗോളങ്ങളുടെ ഭാഗങ്ങളാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഐസ്ക്രീം മൂഡിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ 2 ഐസ്ക്രീം മൂഡുകൾ ചേർത്ത് വെച്ചാൽ നമുക്കൊരു കോൺവെക്സ് ലെൻസിന്റെ രൂപം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 2 ഭാഗങ്ങളും ഐസ്ക്രീം ബോളിന്റെ മുകൾ ഭാഗം, മൂഡിന്റെ മുകൾ ഭാഗം അല്ലേ? ഇത് യഥാർത്ഥത്തിൽ ഈ ഐസ്ക്രീം ബോൾ എന്ന ഗോളത്തിന്റെ ഭാഗങ്ങളല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഗോളങ്ങളുടെ ഭാഗങ്ങളാണ്. അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്. സുതാര്യം എന്ന് പറഞ്ഞത് അതിലേക്കൂടെ പ്രകാശം കടന്നു പോകുന്നത് കൊണ്ടാണ്. അപ്പൊ അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് ലെൻസ്. ഓക്കെ, ലെൻസുമായി ബന്ധപ്പെട്ട പദങ്ങൾ. പ്രകാശിക കേന്ദ്രം. ലെൻസിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസിന്റെ ചിത്രവും ഇവിടെ ഒരു കോൺകേവ് ലെൻസിന്റെ ചിത്രവും ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ മധ്യബിന്ദുവാണ് പ്രകാശിക കേന്ദ്രം O. വക്രതാ കേന്ദ്രങ്ങൾ. ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിന്റെ ഭാഗമാണെന്ന് നമുക്കറിയാമല്ലോ. അതായത് ഈ ഒരു ലെൻസ് എടുത്താൽ ഈ ഒരു അപവർത്തന പ്രതലം ഈ ഒരു ഗോളത്തിന്റെ ഭാഗമാണ്, ഈ ഒരു അപവർത്തന പ്രതലം ഈ ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ അല്ലെ, അതായത് ഓരോ അപവർത്തന പ്രതലവും ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രങ്ങൾ. C1 C2 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പ്രകാശിക അക്ഷം. ലെൻസിന്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. 2 വക്രതാ കേന്ദ്രങ്ങളുണ്ട്, അതിലൂടെയും പിന്നെ ഈ പ്രകാശിക കേന്ദ്രത്തിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം. എന്താണ് അപ്പച്ചർ? ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് അപ്പച്ചർ. ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവാണ് അപ്പച്ചർ. ക്യാമറ, മൈക്രോസ്കോപ്പ് തുടങ്ങിയ പ്രകാശിക ഉപകരണങ്ങളിൽ സ്റ്റോപ്പ് ഉപയോഗിച്ച് അപ്പച്ചർ വ്യത്യാസപ്പെടുത്താം. ഞാനൊരു ചിത്രം കാണിച്ചു തരാം. നോക്കിവിടെ ഒന്നാമത്തെ ലെൻസിൽ അപ്പച്ചർ കൂടുതലാണ്. ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവ് ശ്രദ്ധിക്കുക. ഇത് ഈ താഴെ കൊടുത്ത ലെൻസിനേക്കാളും കുറവാണ്. താഴെ കൊടുത്ത ലെൻസിനേക്കാളും കൂടുതലാണ് ഈ മുകളിലത്തെ ലെൻസിന്. അപ്പൊ ഇവിടെ ലാർജ് അപ്പച്ചർ, അതായത് അപ്പച്ചർ കൂടുതലാണെന്ന് പറയാം. ഇനി ചിലത് നമുക്ക് അപ്പച്ചർ മാറ്റം വരുത്താൻ കഴിയുമെന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് അപ്പച്ചർ മാറ്റം വരുത്തുന്ന ഒരു രീതി ശ്രദ്ധിക്കാം. ഇവിടെ നോക്കുക, ഈ മുകളിൽ പ്രകാശം കണ്ടോ, ഈ ഒരു സ്രോതസ്സിൽ നിന്ന് പ്രകാശം ഇത്രയും ഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ അപ്പച്ചർ കൂടുതലാണ്. അതേസമയം നമ്മൾ കുറച്ച് മുകളിലും താഴെയൊക്കെ നമ്മളിങ്ങനെ കവർ ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കും ലെൻസിന്റെ. അപ്പോൾ പ്രകാശം ഈ ഒരു ഭാഗത്തെ കൂടെ, ഈ ഒരു മധ്യഭാഗത്തെ കൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. കണ്ടോ? അപ്പോൾ നമ്മളുടെ അപ്പച്ചർ എന്തായി? കുറഞ്ഞു. പ്രകാശം കടന്നു പോകുന്ന ഭാഗത്തിന്റെ പരപ്പളവ് ഇവിടെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പച്ചർ എന്ന കാര്യം മനസ്സിലാക്കുക. ചിത്രം 2.6a B നിരീക്ഷിക്കൂ. എയും ബിയും നിരീക്ഷിക്കൂ. കോൺവെക്സ് ലെൻസിനെ സൂചിപ്പിക്കുന്ന ചിത്രം ഏതാണ്? ഇതിൽ കോൺവെക്സ് ലെൻസിനെ സൂചിപ്പിക്കുന്നത് മുകളിലത്തേതാണ് അല്ലെ, A ആണ്. കോൺകേവ് ലെൻസിനെ സൂചിപ്പിക്കുന്നത് B ആണ്. ഓക്കെ, ഇവിടെ എഴുതി വെക്കുക A, മറ്റേത് B. C1 C2 എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? C1 C2 എന്നിവ എന്താണ്? വക്രതാ കേന്ദ്രങ്ങളാണ്. നമ്മൾ പറഞ്ഞു വക്രതാ കേന്ദ്രങ്ങളാണ്.
പ്രകാശിക കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നത് ഏത്? O യാണ് പ്രകാശിക കേന്ദ്രത്തെ സൂചിപ്പിക്കുന്നത്. പ്രകാശിക അക്ഷത്തെ സൂചിപ്പിക്കുന്നത് ഏതാണ്? ദാ ഈ വരയാണ് അല്ലെ. C1 O C2 എന്ന ഈ ഒരു ലൈൻ അതാണ് പ്രകാശിക അക്ഷത്തെ സൂചിപ്പിക്കുന്നത്. മുഖ്യ ഫോക്കസ് എന്താണെന്ന് നോക്കാം. ലെൻസുകളുടെ മുഖ്യ ഫോക്കസുകൾ കണ്ടെത്തുന്നതിനായി ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. സാമഗ്രികൾ ഏകദേശം 50 സെന്റിമീറ്റർ നീളവും 30 സെന്റിമീറ്റർ വീതിയും 20 സെന്റിമീറ്റർ ഉയരവുമുള്ളതും ഒരു വശം സുതാര്യവുമായ ഒരു പെട്ടി. ഒരു വശത്തെ കൂടെ നമുക്ക് കാണാൻ കഴിയണം. സുതാര്യമായ ഒരു പെട്ടി ആയിരിക്കണം. അതായത് ഈ ഒരു വശം ഗ്ലാസ് കൊണ്ടോ മറ്റോ ഉണ്ടാക്കിയതായിരിക്കണം. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചതായിരിക്കണം. രണ്ട് വിപരീത വശങ്ങളിലും ചെറിയ ഓരോ സുഷിരം ഇട്ട ശേഷം കണ്ടോ, സുഷിരങ്ങളെ സുതാര്യമായ ഷീറ്റ് കൊണ്ട് അടച്ചത്. രണ്ട് സുഷിരങ്ങൾ ഇടണം. ഈ സുഷിരങ്ങളെയും സുതാര്യമായ ഷീറ്റ് കൊണ്ട് അടക്കണം. ഒരു ഗ്ലാസ് ഷീറ്റ് കൊണ്ടോ മറ്റോ അടക്കണം. ലേസർ ടോർച്ച് അല്ലെ, ഇതുപോലെ ലേസർ ടോർച്ച് വേണം. ധാരാളം രശ്മികൾ പുറത്തേക്ക് വരുന്ന തരത്തിലുള്ളത്. പിന്നെ ചന്ദനത്തിരി വേണം, തീപ്പെട്ടി വേണം, കോൺവെക്സ് ലെൻസ് വേണം, കോൺകേവ് ലെൻസ് വേണം. ലെൻസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റാൻഡും വേണം. പെട്ടിക്കുള്ളിൽ ലെൻസ് സ്റ്റാൻഡിൽ കോൺവെക്സ് ലെൻസ് ഉറപ്പിച്ച ശേഷം പുക നിറക്കുക. ആ പുക നിറക്കുന്ന എന്തിനാണ്? ഈ പ്രകാശപാത വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ദ്വാരങ്ങളൊക്കെ സുതാര്യമായ ഷീറ്റ് കൊണ്ട് അടക്കാൻ പറഞ്ഞത് ഈ ഒരു പുക പുറത്തേക്ക് പോകാതിരിക്കാനാണ്. പുക നിറക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ ലേസർ ടോർച്ചിൽ നിന്നുള്ള പ്രകാശരശ്മികൾ സുഷിരത്തിലൂടെ ലെൻസിൽ ഇങ്ങനെ പതിപ്പിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടോ, നമുക്ക് പ്രകാശപാത നിരീക്ഷിച്ചാൽ കാണും ഇവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇതൊക്കെ അടുത്ത് വരും, സംപ്രജിക്കുന്നതായിട്ട് കാണും. ഓക്കെ, ഒരു കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് കാണും. അതിന്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എന്ത് നിരീക്ഷിക്കുന്നു എന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് താഴെ. പ്രകാശപാത ചിത്രീകരിക്കൂ. ഇതാണ് പ്രകാശപാത. ലെൻസ് പ്രകാശം ഇങ്ങനെ വരുന്നു, പിന്നെ ഇവിടെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് ഇത് സംപ്രജിക്കുന്നു, എന്നിട്ട് ഇത് വീണ്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഒരു പ്രത്യേക ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെട്ടിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിനു സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾക്ക് ലെൻസിലൂടെ കടന്നു പോകുമ്പോഴുണ്ടായ ദിശാവ്യതിയാനം ശ്രദ്ധിച്ചല്ലോ അല്ലെ. സമാന്തരമായി വരുന്ന രശ്മികൾക്ക് ഉണ്ടാകുന്ന ആ ദിശാവ്യതിയാനം ശ്രദ്ധിച്ചല്ലോ. ഒരു വസ്തുവിൽ നിന്ന് പുറപ്പെടുന്നതോ ഒരു വസ്തു പ്രതിപദിക്കുന്നതോ ആയ പ്രകാശരശ്മികൾ എല്ലാം സമാന്തര രശ്മികളാകണമെന്നില്ല. എന്നാൽ സമാന്തര രശ്മികൾ മാത്രമാണ് നാം ഇവിടെ പരിഗണിക്കുന്നത്. ഇതുപോലുള്ള രശ്മികൾ. അപവർത്തനത്തിനു ശേഷം പ്രകാശരശ്മികൾ ലെൻസിന്റെ മറുവശത്ത് ഒരു ബിന്ദുവിലേക്ക് സംപ്രജിക്കുന്നത് കണ്ടില്ലേ? ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. അവിടത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിനു സമീപത്തു കൂടി സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം ലെൻസിന്റെ മറുവശത്ത് പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ സംപ്രജിക്കുന്നു. ഓക്കെ, ചിത്രം നോക്കുക. ഇത് പ്രകാശിക അക്ഷം. ഈ അക്ഷത്തിലെ ഒരു ബിന്ദുവിലേക്ക് ഇത് സംപ്രജിക്കുന്നു. ഈ ബിന്ദുവാണ് കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. എഫ്, ക്യാപിറ്റൽ ലെറ്റർ എഫ് എവിടെ കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ ലെറ്റർ എഫ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എതിർവശത്തെ സുഷിരത്തിലൂടെ പ്രകാശം കടത്തിവിട്ട് പരീക്ഷണം ആവർത്തിക്കൂ. ഈ സന്ദർഭത്തിലും പ്രകാശരശ്മികൾ സംപ്രജിക്കപ്പെടുന്നുണ്ടല്ലോ. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇടതുവശത്തേക്ക് പ്രകാശം പതിപ്പിക്കും. അപ്പോൾ എന്ത് കിട്ടും? ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും അല്ലെ. അതായത് പ്രകാശരശ്മികളൊക്കെ ഇവിടുന്ന് വന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് സംപ്രജിക്കും. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ എഫ് ആയിട്ട് കൊടുത്തത്. കണ്ടോ, ഇവിടെയും ഉണ്ട് എഫ്, ഇവിടെയും ഉണ്ട്. അതിനാൽ ഇത്തരം ലെൻസുകൾക്ക് ഇരുവശത്തുമായി രണ്ട് മുഖ്യ ഫോക്കസുകൾ ഉണ്ടാകും. രണ്ട് വശത്തായിട്ട്. ഈ ഫോക്കസുകൾ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും. അതായത് ഇതല്ലേ O, പ്രകാശിക കേന്ദ്രം. ഇവിടുന്ന് ഈ ഫോക്കസിലേക്കുള്ള ദൂരവും ഇവിടുന്ന് ഈ ഫോക്കസിലേക്കുള്ള ദൂരവും എന്താണ്? തുല്യമായിരിക്കും. കോൺവെക്സ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിനു സമാന്തരമായി കടന്നുപോകുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നതിനാൽ കോൺവെക്സ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമായി പരിഗണിക്കുന്നു. അതായത്
ഈ രശ്മികൾ അപവർത്തനത്തിന് ശേഷം ആ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് അത് യഥാർത്ഥമായി പരിഗണിക്കുന്നു. കോൺവെക്സ് ലെൻസിന്റെ ഏകദേശ ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. എന്താണ്? ദൂരെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഫോക്കസ് ദൂരം കണ്ടെത്താനുള്ള ഒരു മാർഗം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. ആ ചിത്രമാണ് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് അകലെയുള്ള ഒരു മരത്തിന്റെയോ കെട്ടിടത്തിന്റെയോ പ്രതിബിംബം ഒരു സ്ക്രീനിൽ പതിപ്പിക്കണം. എങ്ങനെ? വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ പതിപ്പിക്കണം. എന്നിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഈ ലെൻസും പ്രതിബിംബവും തമ്മിലുള്ള ഈ ദൂരം അളക്കണം. ഈ ദൂരമാണ് ആ ലെൻസിന്റെ ഏകദേശ ഫോക്കസ് ദൂരം. ലെൻസിന്റെ പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പുകപ്പെട്ടി പരീക്ഷണം ചെയ്തു നോക്കൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ചിത്രം കിട്ടുന്നത്. ഇങ്ങനെ ഇത് ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പകരം നമുക്ക് എന്ത് തോന്നും? ഈ രശ്മികളൊക്കെ അപവർത്തനത്തിന് ശേഷം കടന്നു പോകുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത് ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെ? ഇത് നമുക്ക് കുറച്ച് ബാക്കിലോട്ട് നീട്ടി വരക്കാം. പുറകോട്ട് നീട്ടി വരച്ചാൽ ഇതൊരു പ്രത്യേക ബിന്ദുവിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഇതാണ് നമ്മൾ കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് ആയിട്ട് കരുതുന്നത്. ആ കാര്യം താഴെ കൊടുത്തിട്ടുണ്ട്. പ്രകാശരശ്മിയുടെ പാത ചിത്രീകരിക്കൂ. ഈ വരച്ച ചിത്രവുമായിട്ട് നമ്മൾ നേരത്തെ വരച്ച ചിത്രം ഒന്ന് താരതമ്യം ചെയ്യണം. വരച്ച ചിത്രവുമായിട്ട് ഈ ഒരു ചിത്രം താരതമ്യം ചെയ്യണം. ഓക്കെ, പുകപ്പെട്ടി പരീക്ഷണത്തിന് ചിത്രം താരതമ്യം ചെയ്യണം. ഇതേപോലെ തന്നെയല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളത്? നോക്കിക്കോളൂ. ലെൻസിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഈ രശ്മികളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇത് കുറച്ച് പിറകോട്ട് നീട്ടി വരച്ചിട്ടുണ്ട്. കോൺകേവ് ലെൻസിലൂടെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകുന്ന പ്രകാശരശ്മികളുടെ ദിശാ വ്യതിയാനം ശ്രദ്ധിച്ചല്ലോ. ഇവിടെ അപവർത്തന രശ്മികൾ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായി തോന്നുകയല്ലേ ചെയ്യുന്നത്. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ് F. ഓക്കെ, കോൺകേവ് ലെൻസ് പ്രകാശരശ്മികളെ വിവ്രജിക്കുന്നു. നേരത്തെ സംവ്രജനം എന്ന് പറഞ്ഞത്, ഇവിടെയോ വിവ്രജനം അല്ലെ? ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, പകരം ഇതിങ്ങനെ വിവ്രജിച്ചു പോകുന്നു. ഡൈവേർജ് എന്ന് പറയും. കോൺകേവ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമീപത്തുകൂടി സമാന്തരമായ ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിനു ശേഷം അതേ വശത്തുള്ള പ്രകാശിക അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നുന്നു. ഈ വശത്ത് നിന്നായിരുന്നു രശ്മികൾ വന്നിരുന്നത്. ഇതേ ഭാഗത്തുള്ള പോയിന്റിൽ നിന്ന് രശ്മികൾ പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ഈ ബിന്ദുവാണ് കോൺകേവ് ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. കോൺകേവ് ലെൻസിന്റെ മറുവശത്തു കൂടി പ്രകാശം കടത്തിവിട്ട് പരീക്ഷണം ആവർത്തിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലുള്ള ചിത്രം. ഈ രശ്മികളൊക്കെ എന്താകും? ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നതായിട്ട് വരക്കണം. പിന്നെ ഈ അകന്നു പോകുന്ന രശ്മികൾ ഈ ഒരു ഭാഗത്തേക്ക് അകന്നു പോകുന്നതായിട്ട് വരക്കണം. അപ്പൊ ഇവിടെയും നമുക്കൊരു ഫോക്കസ് കിട്ടുമല്ലോ, മുഖ്യ ഫോക്കസ് കിട്ടുമല്ലോ. കോൺകേവ് ലെൻസിനും രണ്ട് മുഖ്യ ഫോക്കസുകൾ ഉണ്ട്. കോൺകേവ് ലെൻസിൽ അപവർത്തന രശ്മികൾ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഇല്ല. കോൺകേവ് ലെൻസിൽ അപവർത്തന രശ്മികൾ മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോവുകയല്ല ചെയ്യുന്നത്, പകരം ആ ഒരു മുഖ്യ ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നുന്നു. ഇതിലെ കൂടെ കടന്നു പോകുന്നുണ്ട് എന്നല്ല, അപവർത്തനത്തിന് ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നല്ല, പകരം ആ മുഖ്യ ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ട് തോന്നപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മിഥ്യാ ഫോക്കസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. യഥാർത്ഥ ഫോക്കസ് ആയിട്ടല്ല, മിഥ്യാ ഫോക്കസ് ആയിട്ട്, നമുക്ക് തോന്നുന്ന ഒരു ഫോക്കസ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.